അസ്സലാമു അലൈക്കും. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമം കഴിഞ്ഞതു മുതൽ മിനായിലെ ആദ്യത്തെ കല്ലേറ് വരെയുള്ള കർമ്മങ്ങൾ എങ്ങനെയെല്ലാം ആണ് എന്ന് നോക്കാം. ദുൽഹജ്ജ് 9 മഗ്രിബ് ബാങ്കിന് ശേഷം ഹാജിമാർ ബസ്സിലോ മെട്രോയിലോ കാൽനടയായോ മുസ്ദലിഫ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നു. മുസ്ദലിഫയിൽ എത്തിയ ശേഷം ഇശാവും മഗ്രിബും ഒരുമിച്ച് ഇശാവിൻ്റെ സമയത്ത് നമസ്കരിക്കുന്നു. തുടർന്ന് മുസ്ദലിഫയിൽ രാത്രി താമസിക്കുന്നു. രാത്രിയുടെ പകുതി സമയമെങ്കിലും മുസ്ദലിഫയിൽ ഉണ്ടായിരിക്കണം. മിനായിൽ കല്ലേറിനാവശ്യമായ കടലമണിയോളം വലിപ്പമുള്ള കല്ലുകൾ ശേഖരിക്കുന്നത് മുസ്ദലിഫയിൽ നിന്നാണ്. പെരുന്നാൾ ദിവസം, അതായത് ദുൽഹജ്ജ് 10 ആദ്യത്തെ കല്ലേറിന് 7 കല്ലുകളും തുടർന്ന് 11, 12, 13 തീയതികളിൽ 21 വീതം കല്ലുകളും ആണ് ആവശ്യം. അങ്ങനെ ആകെ 70 കല്ലുകളാണ് വേണ്ടത്. ശേഖരിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ശേഖരിക്കുന്നത് നന്നായിരിക്കും. രാത്രി താമസത്തിന് ശേഷം ദുൽഹജ്ജ് 10 അതായത് പെരുന്നാൾ ദിവസം സുബഹിക്ക് ശേഷം സൂര്യോദയത്തിന് മുമ്പായി ഹാജിമാർ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് പുറപ്പെടുന്നു. സൂര്യോദയത്തിന് ശേഷം മിനായിലെ ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അഖബയിൽ നേരത്തെ ശേഖരിച്ച 7 കല്ലുകൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഓരോന്നായി എറിയുന്നു. ആദ്യ കല്ലേറ് കഴിഞ്ഞാൽ ഹാജിമാർ ബലികർമ്മം നിർവഹിക്കുകയും മുടി കളയുകയും ചെയ്യുന്നതോടുകൂടി ഇഹ്റാമിൽ നിന്ന് ഭാഗികമായി ഒഴിവാകുന്നു. തുടർന്ന് മക്കയിലെത്തി തവാഫുൽ ഇഫാദയും സഅയും ചെയ്യുന്നതോടുകൂടി ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ എല്ലാം അവസാനിക്കുന്നു. സാധാരണ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് മിനായിൽ രാപ്പാർക്കുന്നു. പിന്നീട് ദുൽഹജ്ജ് 11, 12, 13 തീയതികളിൽ 3 ജംറകളിലും ഉള്ള കല്ലേറുകൾ കൂടി കഴിയുന്നതോടുകൂടിയാണ് ഹജ്ജിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാകുന്നത്. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.